ബന്ധുവിന്റെ വീട്ടിൽ കണ്ട കാഴ്ചയുടെ കൗതുകമാണ് റാറ്റിൽ വീട് ചെടിയെ ഹരീഷിന്റെ വീട്ടുമുറ്റത്തെത്തിച്ചത്. ചണ, തന്തലക്കൊട്ടി, പൂമ്പാറ്റച്ചെടി, കിലുകിലിക്കി എന്നീ പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. റാറ്റിൽ വീട് വളർന്നതോടെ പൂമ്പാറ്റകൾ കൂട്ടത്തോടെ ഹരീഷിന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തി തുടങ്ങി. ഡാനൈൻ വിഭാഗത്തിലെ ആൺപൂമ്പാറ്റകൾക്ക് ഫെറോമോൺ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ മോണോക്രോട്ടാലിൻ ഈ ചെടിയുടെ ഇലയിലും തണ്ടിലുമുള്ളതാണ് പൂമ്പാറ്റകൾ ഇങ്ങനെ കൂട്ടത്തോടെ എത്താനുള്ള കാരണം. ബ്ലൂ ടൈഗർ എന്ന് പറഞ്ഞൊരു നീലക്കടുവ എന്ന് പറഞ്ഞൊരു പൂമ്പാറ്റയാണ് ഈ ചെടീനെ ആശ്രയിച്ചിട്ട് പോകുന്നത്. മറ്റു പൂമ്പാറ്റകൾ വരുമെങ്കിലും ഈ ബ്ലൂ ടൈഗർ ആണ് ഏറ്റവും കൂടുതൽ ഈ ചെടീനെ അടുത്തേക്ക് വരുന്നത്. നല്ല വെയിലുള്ള സമയത്ത് 100, 150, 200, 300 പൂമ്പാറ്റകൾ വരെ വന്ന ദിവസമുണ്ട്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ നൂറുകണക്കിന് പൂമ്പാറ്റകളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത്. ജില്ലയിൽ കൃഷിയെ സംരക്ഷിക്കുന്നവരുടെ കൂട്ടായ്മയായ മണ്ണിന്റെ കാവലാളെന്ന സംഘടനയ്ക്കും ഹരീഷ് നേതൃത്വം നൽകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഇപ്പോൾ സാരംഗ് സുരേഷ് ഉണ്ട് കാസർഗോഡ്. സാരംഗ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കോട്ടയത്ത് നിന്ന് ഇതുപോലെ ഒരു കാഴ്ച ഉണ്ട്. അപ്പോൾ അത് പൂർണ്ണമായി അതിൻ്റെ ഒരു കൗതുകമാണ് പങ്കുവെച്ചെങ്കിൽ ഇപ്പോൾ സാരംഗും ഹരീഷും ഒക്കെ അതിൻ്റെ എന്താണ് ശാസ്ത്രീയമായ കാര്യങ്ങൾ, എങ്ങനെയാണ് പൂമ്പാറ്റകൾ എത്തുന്നു എന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദീകരിച്ചിട്ടു. അപ്പോൾ ഹരീഷിനാണെങ്കിൽ ഇത്തരത്തിൽ കാര്യത്തിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇത് കൊണ്ടു നടക്കുന്നത്, മറ്റ് അദ്ദേഹത്തിൻ്റെ ഈ കാർഷിക മേഖലയിലോ ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ എന്താണ്? ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഏറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള, അതൊക്കെ തന്നെ പ്രാവർത്തികമാക്കാനുള്ള ഐഡിയകളുള്ള ഒരു പോലീസുകാരനാണ്. ഒരു തികച്ചും വ്യത്യസ്തനായ ഒരു പോലീസുകാരനാണ് ഹരീഷ് എന്ന് പറയുന്നത്. കൃഷിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചൊക്കെ തന്നെ ഏറെ നല്ല കാഴ്ചപ്പാടുകളുണ്ട്. അതൊക്കെ പ്രാവർത്തികമാക്കി എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരു സാധാരണ ചെടിയിലൊക്കെ തന്നെ പൂമ്പാറ്റകളൊക്കെ വരുമ്പോൾ നമ്മളൊരു പക്ഷേ അതിനൊക്കെ അവഗണിച്ച് വിടാറാണ് പതിവ്. പക്ഷേ ഇതങ്ങനെയല്ല. എത്രത്തോളം പൂമ്പാറ്റകൾ, കാരണം അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. കാരണം വേനൽക്കാലം ആകുമ്പോൾ, ചൂടുണ്ടാകുമ്പോൾ, അതുപോലെ നല്ല വെയിൽ അടിക്കുന്ന സമയത്തൊക്കെ തന്നെ നല്ല രീതിയിൽ പൂമ്പാറ്റകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 200, 250 പൂമ്പാറ്റകൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, അത് എൻ്റെ ഭാഗ്യക്കേടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അവിടെ എത്തിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. മുൻ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാസർഗോഡ് നല്ല മഴ പെയ്യുന്നൊരു ദിവസമാണ് യാദർച്ഛികമായിട്ട് ഞാനവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് പോലും എന്നെ ഞെട്ടിച്ചൊരു കാഴ്ച എന്ന് പറയുന്നത് ഏകദേശം 10-50ഓളം പൂമ്പാറ്റകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഏറെ പ്രത്യേകതകളുള്ള പൂമ്പാറ്റകളാണ് അവിടെ ഉള്ളത്. ബ്ലൂ ടൈഗർ പോലെയുള്ള ഏറെ വ്യത്യസ്ത ഇനങ്ങൾ. കാരണമില്ല മാത്രമല്ല ആ ചെടിയെ മുൻനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ പുതിയ തലമുറ ഉണ്ടാകുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒട്ടേറെ ആളുകൾക്ക് ഇപ്പോൾ ഹരീഷിൻ്റെ ആ ഒരു തോട്ടത്തിൽ ആ ചെടി പരിപാലിച്ച് വന്ന് അത്തരത്തിൽ. ശരി, അപ്പോൾ വീട്ടിൽ അത്യാവശ്യം പച്ചപ്പും പൂക്കളും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ചെടിയുടെ തൈയൊക്കെ ഒപ്പിച്ചാൽ ഇതുപോലെ നല്ല കാഴ്ചകൾ, കൂടുതൽ പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് വരുന്ന കാഴ്ചകളൊക്കെ കിട്ടും. സെൽഫി എടുക്കാനൊക്കെ നല്ല അവസരമായിരിക്കും. ശരി സാരംഗ്.